കാണണമെന്ന് താല്പര്യപ്പെട്ടത് നാളെ നടക്കുന്ന പ്രതിഷേധ റാലിയെ കുറിച്ച് പറയാണ്. നിങ്ങൾക്കറിയാം, പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് അത് സംബന്ധിച്ചാണ് ഡിബേറ്റിൽ, പാർലമെന്റിലെ ഡിബേറ്റിൽ വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. മതസ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന ഒരു കരിനിയമമാണ്. പക്ഷെ പാർലമെന്റിലെ ഇരു സഭകളിലെയും താൽക്കാലികമായ നേരിയ ഭൂരിപക്ഷം മുതലെടുത്തുകൊണ്ട് NDA ഗവൺമെന്റ് ആ കരിനിയമം പാസാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളോട് ചെയ്ത ഏറ്റവും വലിയൊരു മഹാപാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. ആ നിയമനിർമ്മാണത്തിലൂടെ രാജ്യത്തിലെ വഖഫ് സ്ഥാപനങ്ങളുടെ ഭൂമി അന്യാധീനപ്പെടുത്താൻ മത നിയമമനുസരിച്ച് നടപ്പിലാക്കേണ്ടുന്ന വഖഫ് സ്ഥാപനങ്ങളുടെ ഭരണനിർവഹണവും കൈകാര്യങ്ങളൊക്കെ കളക്ടറിലേക്കും അതുവഴി സർക്കാരിലേക്കും പോകുന്ന ഒരു സാഹചര്യം. അതിനെതിരെ രാജ്യത്തിലെ മതേതര ചിന്താഗതിക്കാർ, ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ അതിനെതിരെയുള്ള പ്രതിഷേധ ജനകീയ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പാർലമെന്റിനകത്തും പുറത്തും ഇത് സംബന്ധിച്ച് അതിന്റെ എതിർപ്പ് ശക്തമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലോകസഭയിൽ E.T. മുഹമ്മദ് ബഷീർ സാഹിബും അബ്ദുസമദ് സമദാനി സാഹിബും നവാസ് ഗിരി സാഹിബും, രാജ്യസഭയിൽ ഹാരിസ് ബീരാനും PV അബ്ദുൽ വഹാബ് സാഹിബും ഒക്കെ അതിശക്തമായി ഈ ബില്ലിനെതിരെ വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. നിയമം പാസ്സായി കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചതിന് ശേഷം രാജ്യത്തിലെ പരമോന്നത നീതിബോധമായ സുപ്രീം കോടതിയെ മുസ്ലിം ലീഗ് സമീപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഹർജി ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി സമർപ്പിച്ച ഹർജി കപിൽ സിബാൽ മുഖേനയാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. അത് നാളെ വിചാരണക്ക് എടുക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർലമെന്റിനകത്തും പുറത്തും നീതിന്യായ പീഠങ്ങളിലൊക്കെ എതിർക്കുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രതിഷേധം കൂടി അറിയിക്കുക എന്നുദ്ദേശിച്ചാണ് നാളെ കോഴിക്കോട് കടപ്പുറത്ത് ഒരു ജനമഹാസാഗരം തീർക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് നാളെ വൈകുന്നേരം 4 മണിക്ക് കടപ്പുറത്ത് പ്രതിഷേധ മഹാസമ്മേളനം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അതിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നത് പാർലമെന്റിൽ വഖഫ് സംബന്ധിച്ച ബില്ല് സംബന്ധിച്ച ഡിബേറ്റിൽ ഏറ്റവും ശക്തമായി പ്രസംഗിച്ച, വാദിച്ച പഞ്ചാബിൽ നിന്നുള്ള ലുധിയാനയിലെ MP ശ്രീ അമരീന്ദർ സിംഗ് ആണ്. അതിശക്തമായാണ് നിയമവശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ പറഞ്ഞുകൊണ്ടും ശ്രീ അമരീന്ദർ സിംഗ് പാർലമെന്റിൽ ലോക്സഭയിൽ നടത്തിയ പ്രഭാഷണം വൈറലാണ്. ഇന്ത്യയിൽ മുഴുവൻ ആളുകളുടെയും ഐക്യദാർഢ്യവും പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അതൊന്ന് പ്രകടമാക്കാൻ വേണ്ടി തന്നെയാണ് ഈ സമ്മേളനം നാളെ വിളിച്ചുകൂട്ടിയത്. അത് വിജയിപ്പിക്കാനും ആ സമ്മേളനത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ട്രാഫിക് സംവിധാനമൊക്കെ പോലീസ് തീരുമാനിച്ചു തന്നിട്ടുണ്ട്. ബസ്സുകളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന് ആളുകൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചെറു സംഘങ്ങളായി രാജസ്ഥലത്തേക്ക് കടപ്പുറത്തേക്ക് പോയി. വലിയ ഒറ്റക്കുള്ള റാലിയില്ല, ചെറു സംഘങ്ങളായി നഗരിയിലേക്ക് പ്രവേശിക്കുന്നത് കൂട്ടത്തോടെയായിരിക്കും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ലീഗ് പ്രതിഷേധം കടുപ്പിക്കുന്നു. അപ്പോഴും പാർലമെന്റിൽ വിഷയം വന്നപ്പോൾ
പ്രിയങ്കാഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ല, രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല എന്ന് നടക്കുന്ന വിഷയങ്ങൾ ചർച്ചയാണ്. ഇപ്പോഴും അതവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ആ വിഷയമൊക്കെ ലീഗ് വിട്ടോ അതിനെങ്ങനെയാണെങ്കിൽ നേരിടുന്നു? ഇല്ല, അത് ലീഗ് വിടേണ്ടി പിടിക്കേണ്ട വിഷയമല്ലല്ലോ. രാഹുൽ ഗാന്ധി ആ യോഗത്തിൽ സഭയിൽ സംബന്ധിച്ചിരുന്നു, അദ്ദേഹം എതിർത്ത് വോട്ട് ചെയ്തിരുന്നു. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭരായ സാമാജികരെയാണ് ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നിയോഗിച്ചത്. ഇവിടെ നിന്ന് അമരീന്ദർ സിംഗ്, ഇമ്രാൻ, അതുപോലെയുള്ള ഉജ്ജ്വലരായ വാക്യമികളെ ഇത് ഖണ്ഡിക്കാൻ, ഇത് എത്രമാത്രം നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ കെൽപ്പും ശക്തിയും കഴിവും നൈപുണ്യവുമുള്ള ആളുകളെയാണ് കോൺഗ്രസ് നിയോഗിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള ഒരു ബന്ധുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നുകൊണ്ടാണ്. UDF ഒരു പ്രതിസന്ധിയില്ല. UDF നീതിയുടെ ഭാഗത്താണ് നിന്നത്. മാത്രമല്ല NDA, ഇപ്പൊ BJP അവർക്ക് ഇതിന് പിന്തുണ കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തൂല. സ്വാഭാവികമായ ഒരു കരിനിയമം കൊണ്ടുവന്നപ്പോ, ജനവിരുദ്ധമായ, നിയമവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ നിയമം കൊണ്ടുവന്നപ്പോ അതിനെ ന്യായീകരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അവർ നോക്കും. അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷെ ഈ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ഒരു കാലത്തും ഉണ്ടാകാത്ത പ്രതിപക്ഷ ഐക്യം ഉണ്ടായിട്ടുണ്ട്. നേരിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. 232 വോട്ട് പ്രതിപക്ഷത്തിന് കിട്ടിയ, അവിടെ അപ്പുറത്ത് 250 കിട്ടിയപ്പോ. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ഐക്യനിരയിൽ നല്ല യോജിപ്പുണ്ടാക്കാൻ ഈ കരിനിയമം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷവും ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ടെന്ന് ശരിയാണ്. മാത്രവുമല്ല, ഭരിക്കുന്ന ഗവൺമെന്റ് NDA മുന്നണിയുടെ പുറത്തുള്ള പാർട്ടികളെ പിടിച്ചിട്ടാണ് താൽക്കാലിക ഭൂരിപക്ഷം ഉറപ്പിച്ചത്. അത് പ്രതിപക്ഷ നിരയെ, ജനാധിപത്യ നിരയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു, ബലവത്താക്കുന്നു, കൂടുതൽ പ്രതീക്ഷ നൽകുന്നു എന്നതാണ് ഈ നിയമത്തിന്റെ ഡിബേറ്റിലും വോട്ടെടുപ്പിലും കൂടി പ്രകടമായത്. അല്ല, അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായമാർക്കെങ്കിലും അനുകൂലമാണോ അല്ലയോ എന്നൊന്നും പറയാറായിട്ടില്ലല്ലോ. ചില ആളുകൾ പറയുന്നു, അവരെ അനുകൂലിച്ച് പറയുന്നുണ്ട്. ഉന്നതരായ വൈദികരും നേതാക്കളും അവർ എതിർത്ത് പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ വഞ്ചിതരാകരുത് എന്ന് പറയുന്നത് തന്നെ ക്രൈസ്തവ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും പക്ഷം ചേരാനായിട്ടില്ല. അതിൽ ഈ പൗരത്വ പ്രക്ഷോഭ സമയത്തൊക്കെ എല്ലാവരെയും ഐക്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുമിച്ചുള്ള ഒരു യോജിച്ച പ്രക്ഷോഭമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മറ്റു സമുദായങ്ങൾ പോലും അതുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം ഒരു സാഹചര്യം കാണാനില്ല. അങ്ങനെ ഒരു ഉച്ച പ്രക്ഷോഭത്തിനുള്ള സാധ്യത കേരളം തന്നെ പല BJP തന്നെ അടച്ചു കളയുന്ന രീതിയിൽ ചില ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വേണം ഈ ക്രിസ്ത്യൻ സംഘടനകളെ ഇത് കൂടെ നിർത്താനുള്ള ശ്രമം. ക്രിസ്തീയ സമുദായത്തിലെ ആളുകൾ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ, വൈദികരെ അടക്കമുള്ള ആളുകൾ ഇത് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുനമ്പം വിഷയവും ഈ ബില്ലും ഈ നിയമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ക്രിസ്തീയ സമുദായത്തിൽ തന്നെ ഉന്നതരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ബന്ധമുണ്ട് എന്ന സമുദായത്തിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും നടക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായത്തോടും വിരോധമില്ല. ഈ നിയമം ഇവിടെ പറയുന്ന മുനമ്പ വിഷയത്തിൽ വ്യക്തമായ നിലപാട് മുസ്ലിം ലീഗ് പറഞ്ഞതാണ്. ആ നിലപാടിൽ മുറച്ചു നിന്നുകൊണ്ട് തന്നെ വഖഫ് നിയമവും മുനമ്പ വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതിനെ ഒരു നിലത്തിലും സഹായിക്കാനോ സഹായം ഇല്ലാതാക്കാനോ ഈ നിയമത്തിന് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ പരിഹരിക്കേണ്ടവരല്ലേ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരിക? പരിഹരിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റിന് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് മുനമ്പത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് വിട്ടുകൊടുത്ത എന്തുകൊണ്ട് ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് ഗൗരവതരമായി ഇതിൽ ഇടപെടുന്നില്ല? അതാണ് ഞങ്ങൾ പറയുന്നത്. അത് ചെയ്യേണ്ട ഞങ്ങളാണ് അധികാരത്തിലിരുന്നതെങ്കിൽ സമവായത്തിലൂടെ തീരുമാനം ഉണ്ടാക്കി എളുപ്പമായിരുന്നു ഞങ്ങൾ തീരുമാനം. ഇതിപ്പോ അധികാരത്തിലിരിക്കുന്നത്, അധികാരം മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലാണ്. ആ സംസ്ഥാന ഗവൺമെന്റ് അതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് കേരള ഗവൺമെന്റ് ആണെന്ന് ബോധ്യപ്പെടാൻ കേരളീയ പൊതുസമൂഹത്തിന് സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നതാണ്
ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇടതുമുന്നണി ഈ പ്രശ്നം മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത്. നീട്ടിക്കൊണ്ടുപോകുന്നത് അവരെക്കാളും BJPക്കല്ലേ ഗുണകരമായി? അത് അവരല്ലേ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഇപ്പോ BJP അത്ര വലിയ ഫാക്ടർ അല്ലല്ലോ. ഇടതുപക്ഷത്തിന് UDFന്റെ അടിത്തറയായിരുന്ന സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലേക്ക് വീണ്ടും എത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് മുനമ്പം വിഷയം ലൈവായി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വളരെ ഈസിയായി എളുപ്പത്തിൽ തീരുമാനിക്കാവുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പോലും മടിക്കുന്നത്. വഖഫ് ഭൂമി ഏതാണ് എന്ന് നോക്കിയിട്ട് അത് വഖഫായിട്ട് തന്നെ നിലനിൽക്കണം രാജ്യത്തുള്ള നിയമം അനുസരിച്ച്. എന്താ സംശയം? കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വഖഫിന് അവകാശപ്പെട്ടതാണെങ്കിൽ വഖഫിന് കിട്ടണം നീതിപൂർവ്വം. ആരുടേതും എന്റെ ഒരു ഭൂമിയാണെങ്കിൽ വേറൊരാൾ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണ്ടേ? വഖഫിന് മാത്രമല്ല എല്ലാ ഉടമസ്ഥാവകാശത്തിന്റെയും അടിത്തറ അത് തന്നെയാണ്. അല്ല, അത് അവര് നടത്തിയതല്ല, അവരോടല്ലേ ചോദിക്കേണ്ടത്. ഞങ്ങള് അങ്ങനെ വോട്ട് ഉയർത്തിയിട്ടില്ല, അതിനോടൊപ്പം പോയിട്ടില്ല, അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, അവരെയൊക്കെ ഞങ്ങൾ കല്യാണത്തിലൊക്കെ സഹകരിക്കാറുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്. ഉയർന്നൊരു വിമർശനം ഈ മതേതര സഖ്യം ചേരിനെ ഒപ്പം നിർത്തി നടത്തുന്ന പ്രക്ഷോഭമാണല്ലോ ഒക്കെ പ്രക്ഷോഭം. ഞാൻ ലീഗിന് അഭിപ്രായമുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇത്തരം നീക്കങ്ങൾ, അതായത് ബ്രദർഹുഡ് പോലുള്ള ലോകരാജ്യങ്ങൾ തന്നെ അങ്ങനെ ഒരു ഭീകര ലിസ്റ്റിലോ കാണുന്ന ആളുകൾ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നത് ഈ മതേതര ചേരിനെ ഒപ്പം നിർത്തുന്നതിന് തടസ്സമാണെന്നാണ് പറയുന്നത്. അങ്ങനെ അഭിപ്രായം ഞങ്ങളത് ഒരിക്കലും അനുകൂലിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അത് ചെയ്തത് നല്ലതാണ്, നല്ല കാര്യമാണ് ചെയ്തത് മുസ്ലിം ലീഗ് ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. അത് ഓരോ പാർട്ടിയും ചെയ്തത് അവരോട് ചോദിക്കണം. ഞങ്ങളതിൽ ഇടപെടാൻ തയ്യാറില്ല, ഞങ്ങൾ അതിന്റെ കൂടെ പോയിട്ടുമില്ല. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളത് അതുമായി യോജിക്കുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓരോ സംഘടനകളും അവരുടേതായ രീതിയിൽ നടത്തും. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അവരോട് ചോദിക്കാം. ഞങ്ങൾ അതിൽ ഇടപെട്ടിട്ടില്ല, ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നുമില്ല. പശ്ചിമ ബംഗാളിലൊക്കെ ഇപ്പം ഈ പ്രക്ഷോഭത്തിന്റെ പേരിൽ വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രത്തിന്റെ ഒക്കെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളില്ലേ? തീർച്ചയായിട്ടും പൊതു സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് മതേതര സമൂഹത്തിന്റെ പിന്തുണ ഇതിനുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് പാർലമെന്റിൽ ഇത്രയധികം വോട്ട് കിട്ടിയതും ഇത്ര ശക്തമായ ഡിബേറ്റ് നടന്നതും മുസ്ലിങ്ങളല്ലാത്ത പാർലമെന്റേറിയന്മാർ അതിശക്തമായി ഈ ബില്ലിനെതിരെ പാർലമെന്റിൽ നിലയുറപ്പിച്ച് പ്രസംഗിച്ചൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. ആ ബോധം നിലനിർത്തിക്കൊണ്ട്, ആ രീതി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. മതനിരപേക്ഷ സമൂഹത്തിന്റെ പിന്തുണ വേണം, അവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഇത് പോകണം. ഹൈക്കോടതി പോയിട്ടുണ്ട് വഖഫ് ഭൂമിക്ക് വേണ്ടി കോടതി പോയി വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് സബ്സ്റ്റേറ്റ് കോടതി ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാരാണ് അതിന്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ളത്. ഇതുകൊണ്ട് ആ കോളേജിന്റെ ഉപദേശക സമിതിയിലും പണക്കടലങ്ങൾ ഉൾപ്പെടെയാണ്. സർസേ തളിപ്പറമ്പിൽ അവിടുത്തെ മഹല്ല് സംബന്ധിച്ച്, വഖഫ് സംബന്ധിച്ച് വർഷങ്ങളായി കേസ് നിലവിലുണ്ട്. വർഷങ്ങളായിട്ടുണ്ട്. അവിടുത്തെ മഹല്ല് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതും കോളേജും ഹൈസ്കൂളും ഒക്കെ ഉണ്ട്. ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള തർക്കം കോടതിയിൽ നടക്കുകയാണ്. ഹൈക്കോടതിയിൽ കേസുണ്ട്, ട്രിബ്യൂണലിൽ കേസുണ്ട്. ആ കേസിൽ വിധി എന്താണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്യും എന്നതല്ലാതെ രണ്ടുപേർക്കും മുസ്ലിങ്ങളുടെ അടുത്ത് രണ്ടു ഭാഗത്തും മുസ്ലിംകാരായിരിക്കും. അതിലൊരു പ്രശ്നം ചെയ്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ പറയുന്ന കാര്യം ഈ വഖഫ് ഭൂമി വലിയ തോതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്. അതിനെ ഒന്ന് മോചിപ്പിക്കാനാണ് ഞങ്ങൾ ഈ പുതിയ നിയമം കൊണ്ടുവരുന്നതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, വഖഫ് ഭൂമിയിൽ വലിയ തോതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്, അത് മോചിപ്പിക്കാനാണ് ശ്രീ മോദിയുടെ ശ്രമമെങ്കിൽ ഈ കയ്യേറ്റം നടന്ന ഭൂമികൾ പിടിച്ചെടുത്ത് വഖഫ് ബോർഡിനെ ഏൽപ്പിക്കും. അത് പറയുന്നില്ലല്ലോ. ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന പറയുന്നത്, കലക്ടറെ ഏൽപ്പിക്കാനാണ് പറയുന്നത്. അതേസഭ പറഞ്ഞെടുത്ത് സത്യം അങ്ങനെ പറയുമ്പോൾ തന്നെ പറയുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ തോതിൽ ബോർഡ് കയ്യേറിയിട്ടുണ്ട്. ബോർഡ് കയ്യേറിയിട്ടുണ്ട്, ബോർഡ് അവകാശം ഉന്നയിക്കുന്നുണ്ട്.
അത് ഏത് പാവപ്പെട്ട മുസ്ലിമിൻ്റെതാണെന്ന് അറിയില്ല. ഒരു മുസ്ലിമും അവന്റെ ഭൂമി ഒക്കെ പോയി കൈകാര്യം പറഞ്ഞിട്ടില്ല. മുമ്പ് കേരളത്തിൽ നിരന്തരം അത്തരം പരാതികൾ അവിടുത്തെ ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ള തർക്കം ഹൈക്കോടതിയിലാണ്. അവര് തീരുമാനിച്ചോട്ടെ. അങ്ങനെ അതാണ് കയ്യേറ്റം എന്ന് പറയുന്നത്. അല്ല, മസ്ജിദിന്റെ ഭൂമി കയ്യേറാനല്ല, അത് അവര് ലീസിന് പാട്ടത്തിന്, അതാണ് ലീസിന്. അപ്പൊ ആ ലീസിന് കൊടുത്ത ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കമുണ്ട്. അത് കോടതിയുടെ മുമ്പിലുള്ള വ്യവഹാരമാണ്. അതിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല.